വാട്സപ്പ് യൂട്യൂബ് ഗായ്സ്. അപ്പം നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തമ്പാനൂർ ബസ് സ്റ്റാൻഡിലോട്ട് പോവുകയാണ്. ഇത് നമ്മുടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ. നമ്മളിന്ന് പോകാൻ പോകുന്നത് പാലക്കാടാണ് ഗൈസ്. പാലക്കാടിൽ നെല്ലിയാമ്പതി എന്ന് പറയുന്നൊരു സ്ഥലത്താണ് പോകുന്നത്. അതിൻ്റെ കൂടെ നമ്മുടെ അതുൽ ചന്ദ്രൻ നമ്മുടെ കൂടെ ഉണ്ട് ഗൈസ്. എന്താണ് അതുൽ ചന്ദ്രൻ ഇത് പറയാനുള്ളത്? അവിടെ ക്ലൈമറ്റ് എങ്ങനെയായിരിക്കും എന്നൊരു പിടി എനിക്കില്ല. അവിടെ ഇപ്പോൾ മഴയാണ് എന്നൊക്കെയാണ് പറയുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്ത് നമ്മുടെ ട്രിപ്പിലേക്ക് അങ്ങനെ കടന്നുകയാണ് ഗൈസ്. നിങ്ങൾക്ക് നമ്മുടെ ഒരു കോസ്റ്റ്യൂം കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു നമ്മൾ ഗോവയിലായിരിക്കും പോകുന്നത്. പക്ഷേ നമ്മൾ ഗോവയില്ല ഗൈസ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൻ്റെ ഉള്ളിലാണ് ഗൈസ്. നമ്മളങ്ങനെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിലേക്ക് അടുത്തിട്ടുണ്ട് ഗൈസ്. തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനും ഓപ്പോസിറ്റ് കാണുന്നത്. അത് മിക്ക ജില്ലകളിലും അത് അപൂർവമാണ്. വേറൊരിടത്തും കാണാൻ ചാൻസ് കുറവാണ്. അതെ നമ്മൾ ട്രിവാൻഡ്രത്ത് തന്നെ. കാരണം ഗൈസ് നമ്മുടെ ദീർഘദൂര സർവീസുകളെല്ലാം ഇവിടെ കിടക്കുകയാണ്. നമ്മൾ പോകുന്ന വണ്ടി 9:30-ക്കാണ് ഗൈസ് വരുന്നത്. 9:30-ക്കുള്ള പാലക്കാട് മിന്നലിലാണ് ഗൈസ് നമ്മൾ പോകുന്നത്. നമുക്ക് മറ്റ് യാത്രാവിശേഷങ്ങളുമായി വീണ്ടും വരുന്നതാണ് ഗൈസ്. അങ്ങനെ നമ്മളെ വഹിച്ചുകൊണ്ട് പോകുന്ന താരരാജാവിനെ നമ്മൾ പരിചയപ്പെടുത്താൻ പോവുകയാണ് ഗൈസ്. ഇതാണ് ഗൈസ് മിന്നൽ സൂപ്പർ ഫാസ്റ്റ്. ഇതിലാണ് നമ്മൾ പാലക്കാട് പോകുന്നത്. പാലക്കാട്ടിലേക്ക് പോകുന്ന ബസ്സാണ്. പാലക്കാട് ഇത് കൊട്ടാരക്കര വഴിയാണ് പാലക്കാട്ടിലേക്ക് പോകുന്നത്. MC റോഡ് വഴിയാണ് പോകുന്നത്. രാവിലെ 4 മണിക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്ക് KSRTC ഓഫീഷ്യൽ വഴി നോക്കുമ്പോൾ അറിയാൻ. നമുക്ക് അറിയത്തില്ല. തിരുവനന്തപുരം മൂന്നാറിൽ നിന്ന് തിരുവനന്തപുരത്തിലോട്ട് വന്നത് മിന്നലിലാണ്. അതും അവർ ഷാർപ്പ് ടൈമിലാണ്. അതും വളരെയധികം വേഗതയും സ്റ്റോപ്പ് കുറവുള്ളതുകൊണ്ട് നമ്മൾ അത്രയും വേഗതയിൽ നമ്മളിവിടെ എത്തിച്ചേർന്നു. തൃശ്ശൂർ പൂരത്തിൽ ആനകളെ എങ്ങനെ നിർത്തിയിരിക്കുന്നോ അതേപോലെയാണ് ഈ ആനവണ്ടികളെ നിർത്തിയിരിക്കുന്ന ഒരു ഭംഗിയാണ് നമ്മൾ കാണുന്നത്. തൃശ്ശൂർ പൂരത്തിന് മിന്നൽ സൂപ്പർ ഡീലക്സ് സൂപ്പർ ഫാസ്റ്റ് നമ്മുടെ ഷിഫ്റ്റ് എല്ലാം നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇതാണ് നമ്മുടെ തമ്പാനൂരിൻ്റെ ഒരു ഓവർവ്യൂ. ഗൈസ്, നിങ്ങൾ ബസ്സിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നമുക്ക് രേഖപ്പെടുത്തേണ്ടതാണ് ഗൈസ്. ഇവിടെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മൾ ഒരു ആനവണ്ടി പ്രേമികൾക്ക് തീർച്ചയായും സന്തോഷത്തോടെ കാണാൻ പറ്റിയൊരു കാഴ്ചയാണ് ഈ രാത്രി ഇരുണ്ടു മൂടിക്കിടക്കുന്ന തമ്പാനൂർ വീതിയിലൂടെ പോകുന്ന ഓരോ ബസ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതെ, നമ്മുടെ വണ്ടി 9:30-ക്കാണ്. നമുക്കൊരു ചായക്കടയൊക്കെ ഉണ്ട്. വരുന്ന ആൾക്കാർക്ക് ഇവിടെ ചായയും പലഹാരങ്ങളൊക്കെ വിൽക്കുന്ന കടകളാണിത്. ഇതാണ് നമ്മുടെ പാലക്കാട് തൃശ്ശൂർ പോകുന്ന വണ്ടികളൊക്കെ ഇവിടെയാണ് വരുന്നത്. നമ്മുടെ 14 പ്ലാറ്റ്ഫോം നമ്പർ 14 വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ വരുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെയാണ് അതിൻ്റെ സ്റ്റേഷനുണ്ട് വരുന്നത്. അപ്പോൾ അങ്ങോട്ട് പോയാൽ അവർ നമുക്ക് കൃത്യമായിട്ട് ഏത് പ്ലാറ്റ്ഫോമാണ് എവിടെയാണെന്നുള്ളതൊക്കെ നമുക്ക് പറഞ്ഞു തരും. നമ്മുടെ ബസ് 9:30-ക്കാണ് പുറപ്പെടുന്നത്. അപ്പോൾ ഒരു 9:20 ആകുമ്പോൾ തന്നെ വരുന്നതാണ്. നമ്മുടെ പാലക്കാട് നമ്മൾ ഏത് റൂട്ടിലൂടെയാണ് മിന്നൽ പോകുന്നതെന്നുള്ളത് ഞാനിവിടെ കൊടുത്തേക്കാം. നമ്മൾ MC റൂട്ട് വഴിയാണ് പോകുന്നത്. അതിൻ്റെ ബാക്കി വിശേഷങ്ങൾ ഞാനത് ഈ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുത്തേക്കാം, ഏത് റൂട്ട് വഴിയാണ് പോകുന്നതെന്നുള്ളതൊക്കെ. പിന്നെ നിങ്ങൾക്കിത് എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നത് എന്നൊക്കെ ഒരു സംശയം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇതാണ് നമ്മൾ പോകുന്ന മിന്നൽ എക്സ്പ്രസ്. ഇത് സീറ്റൊക്കെ അത്യാവശ്യം നല്ല സീറ്റാണ്. പുഷ് ബാക്ക് സീറ്റാണ് ഗൈസ്. കംഫർട്ടബിളാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ചാർജിങ് സോക്കറ്റും ഉണ്ട്. പിന്നെ എൻ്റെ സീറ്റ് ടൈപ്പാണ് ഗൈസ്. അത് ഇതിൽ വർക്കായില്ല, എന്താണെന്നറിയില്ല. അങ്ങനെ നമ്മൾ ബസ് നമ്മൾ ഭാരത്തിൻ്റെ ഇവിടെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊട്ടാരക്കര വഴിയാണ് ഈ ബസ് പോകുന്നത്. നമ്മൾ മിന്നൽ പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്.
ഗൈസ് നമ്മളിപ്പോൾ ഇങ്ങനെ ഇപ്പോൾ പാലക്കാടിലേക്ക് പോകാൻ വേണ്ടി തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണ് ഗൈസ്. സമയം ഇപ്പോൾ ഏകദേശം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, സമയം ഇപ്പോൾ 3 മണിയായിട്ടുണ്ട്. നമ്മുടെ അതിൽ രാജ് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കാഴ്ച കാണാം. നമുക്ക് അതിൽ തന്നെ ചോദിക്കാം, നമ്മുടെ പാലക്കാടിലേക്ക് പോകുന്ന ഈ ഒരു മിന്നലിൻ്റെ തൃശ്ശൂർ വരെയുള്ള ഒരു പ്രകടനം എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അതിൽ എന്താണ് താങ്കളുടെ അഭിപ്രായം ഈ ഒരു മിന്നലിൽ? സമയം ഇപ്പോൾ 3 മണിയായി. നമ്മൾ 4:10 പാലക്കാട് എത്തുമെന്നാണ് കണ്ടക്ടർ നമ്മളോട് പറഞ്ഞത്. ഈ വണ്ടി സൂപ്പർ ഡീലക്സ് അല്ല ഗൈസ്, ഇത് റോളർ കോസ്റ്ററാണ്. അങ്ങനെ എനിക്ക് ഇതിനെ വിശ്വസിക്കുകയുള്ളൂ. പാലക്കാട് തിരുവനന്തപുരം, ഇത് പാലക്കാട് ഡിപ്പോയുടെ വണ്ടിയാണ്. നമ്മുടെ വണ്ടി ഓട്ടിക്കുന്ന ഡ്രൈവറിൻ്റെ പേര് ഗിരീഷും കണ്ടക്ടറിൻ്റെ പേര് രാജേഷുമാണ്. വളരെ നല്ല പെരുമാറ്റമായിരുന്നു രണ്ടുപേരും. ഇതിൽ യാത്രക്കാരോടെല്ലാം നല്ല ബിഹേവിയറായിരുന്നു. കൃത്യസമയം പാലിച്ചുകൊണ്ട് വരുന്ന ഒരു വണ്ടിയാണിത്. എല്ലാവർക്കും ധൈര്യമായി ട്രൈ ചെയ്യുക. ഉറങ്ങാനായിട്ട് ആ രീതിയിൽ കയറുന്നത് കേസ് ഉറങ്ങില്ല. സീരിയസ് ആയിട്ട് കേസ് ഉറങ്ങാൻ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ ഇതിൽ കഴിയില്ല. കാരണം നമ്മളിപ്പോൾ ഒന്ന് കണ്ണടച്ച് വരുമ്പോഴായിരിക്കും നമ്മൾ പുള്ളി പറഞ്ഞല്ലോ റോളർ കോസ്റ്റർ പോലെ സെയിമാണ്. ഇങ്ങോട്ടൊരു വളവിൽ നമ്മൾ ഇവിടെ നിന്നെടുത്ത് അപ്പുറത്തോട്ട് പോകും, അപ്പുറം നിന്നെടുത്ത് ഇപ്പുറത്ത് അടിക്കുമ്പോഴത്തെ ഒരു ഫീലാണ്. ആക്ച്വലി നമുക്കിപ്പോൾ ഒരു കംഫർട്ട് സോണിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ ഒരു മുതലിനെ ഞാൻ നിങ്ങൾക്ക് ഒരിക്കലും പോകണം എന്ന് നമ്മൾ പറയില്ല. കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്കൊരു അർജൻറ്റ് ഉണ്ട്, നിങ്ങൾക്കൊരു അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് സ്ഥലത്തെത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിടിക്കുക മിന്നൽ. അതിൽ വേറെ പേരൊന്നുമില്ല, ഈ മിന്നൽ നിങ്ങൾ അങ്ങ് എടുത്തോട്ട് പോവുക. ഈ വണ്ടി തിരുവനന്തപുരത്ത് നിന്ന് എടുത്ത ഫസ്റ്റ് സ്റ്റോപ്പ് വരുന്നത് കൊട്ടാരക്കരയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വണ്ടിക്കുള്ള സ്റ്റോപ്പ് കോട്ടയത്താണ്. അത് കഴിഞ്ഞ് മൂവാറ്റുപുഴ സ്റ്റോപ്പുണ്ട്. അത് വഴി തൃശ്ശൂരാണ് അടുത്ത സ്റ്റോപ്പ്. പിന്നെ ലാസ്റ്റ് നമ്മുടെ പാലക്കാട് 4 മണിയാകുമ്പോൾ എത്തിച്ചേരുന്നത്. ഇത്രയും സമയം പാലിച്ചുകൊണ്ട് പോകുന്ന ഒരു ബസ്സിനാണ് ജീവിതത്തിലാണ് സീരിയസ്ലി. കാരണം നമുക്കിതിൽ ഉറങ്ങാനായിട്ട് തോന്നുന്നില്ല. കാരണം ഇതിൻ്റെ ആ ഒരു ഡ്രൈവിംഗ് സ്കില്ലും അതുപോലെ ആ ഒരു ഈ ഓവർടേക്കിംഗ് സീരിയസ്ലി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഞാൻ കണ്ടതിൽ വെച്ച് എൻ്റെ ഓർമ്മ പ്രകാരം വണ്ടി പോകുന്നതെല്ലാം നമ്മുടെ കറക്റ്റ് വേ കൂടെ അല്ല, റോങ് വേ കൂടെയാണ് ഫുള്ള് ഞാൻ കണ്ടത്. അതിൽ അതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഞാൻ കണ്ടത് ഫുള്ള് വണ്ടി റൈറ്റ് സൈഡിലുള്ള ആ ഒരു വേ കൂടെയാണ് വണ്ടി പോകുന്നത് ഞാൻ കണ്ടത്. മിന്നലിന് അങ്ങനെ ഒരു പിന്നെ 4 മണിക്ക് നമ്മൾ പാലക്കാട് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി എന്താണ് പ്ലാൻ? പാലക്കാട് നമുക്ക് 7 മണി വരെ ഇനി എന്താണ് പ്ലാൻ നമുക്ക് ഒരു ഐഡിയ ഇല്ല. നമുക്ക് നോക്കാം. എന്തെങ്കിലും റെസ്റ്റ് ഏരിയ എന്തെങ്കിലും കുറച്ച് ഫ്രഷ് ആവാനുണ്ട്. പാലക്കാട് ബസ് സ്റ്റാൻഡ് വൈഡ് ഏരിയ നമുക്ക് കാണാം. രാവിലെ 4 മണിയായി, 4 മണി ആയിട്ടേ ഉള്ളൂ.
പാലക്കാട് അപ്പോഴത്തേക്കും പാതി ഉണർന്നിരിക്കുകയാണ്. അത് ഈ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായതുകൊണ്ടായിരിക്കും. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെയാണ് ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. സ്റ്റേ അല്ല ഗൈസ്, ഫ്രഷപ്പ് ആവാനാണ് ഉദ്ദേശിക്കുന്നത്. ഫ്രഷപ്പ് ആവാനായിട്ട് ഇവിടെ ഓൾമോസ്റ്റ് റേറ്റ് ചോദിച്ചപ്പോൾ ഒരു 500 രൂപയാണ് അത് പറഞ്ഞത്. ഹലോ ഗൈസ്, ഇതാണ് നമ്മളിപ്പം ഫ്രഷപ്പ് ആവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റൂം. കുഴപ്പമില്ല. ബെഡൊക്കെ, ബാത്റൂമും ചെറിയ ബാത്റൂമാണ്. കുഴപ്പമില്ല. 2 മണിക്കൂറത്തേക്കില്ലേ. ഓക്കെ ഗൈസ്, നിങ്ങൾ തന്നെ കണ്ടായിരുന്നു നേരത്തെ വീഡിയോയിൽ നമ്മൾ ഈ റൂമിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ഗൈസ്, ഈ ഒരു റൂമിൽ നമ്മൾ പേ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വെറും 2 മണിക്കൂറത്തേക്ക് 800 രൂപയാണ് ഗൈസ്. 800 രൂപയാണ്. നമ്മളത് മെയിൻലി ഉദ്ദേശിച്ച കാര്യം എന്ന് വെച്ചാൽ നമുക്കൊന്ന് ഫ്രഷപ്പാനായിട്ടാണ്, ഒന്ന് കുളിച്ച് ഒന്ന് വാഷ്റൂമിലൊക്കെ പോയി റെഡി ആവാൻ വേണ്ടിയിട്ടാണ്, അല്ല ഉറങ്ങാൻ വേണ്ടിയൊന്നും അല്ല ഗൈസ്. ഇവിടെ നമ്മൾ വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആക്കിയ ഒരു കാര്യമാണ് ഗൈസ്. ക്ലോസറ്റ് ഉണ്ട്, പക്ഷേ അതിന് ഹെൽത്ത് ഫ്ലഷ് ഇല്ല ഗൈസ്. ഇവർ എങ്ങനെയാണ് പരിപാടി നമുക്ക് അറിയത്തില്ല. അത് 800 രൂപ എടുത്ത് ഒരു ഗതിയില്ലാത്തതുകൊണ്ട് കംഫോർട്ട് സ്റ്റേഷനൊന്നും കയറാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് പാലക്കാട്. അപ്പം നമുക്ക് ഫ്രഷ് ആവണമല്ലോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വന്ന് 800 രൂപ ചോദിച്ചപ്പോൾ കൊടുത്തു. വിചാരിച്ച് കുറച്ചുകൂടെ കംഫർട്ട് ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഹെൽത്ത് പോസിറ്റീവ് പോലും ഇല്ല കേസ്. വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആയി നമ്മൾ. 800 രൂപ വെറുതെ പോയൊരു ടീം. ഞാനിത് 2 വീഡിയോ ആയിട്ട് ഇടാൻ ഉദ്ദേശിക്കുന്നു. ഞാൻ നാളെ വലിയ വിശേഷങ്ങളുമായി മറ്റൊരു ദിവസം വരുന്നതാണ്. ഓക്കെ ഗൈസ്, സി യു. ടാറ്റാ, ബൈ ബൈ, സി യു.